ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കൂൺ വെച്ചൊരു കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 200 ഗ്രാം കൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂണിട്ട് നല്ലവണ്ണം വൃത്തിയായി കഴുകിയെടുക്കുക. നിറയെ പൊടിയൊക്കെ ഉണ്ടാവും, അതെല്ലാം നല്ല തേച്ച് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ കൂണെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലൊരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ബട്ടറിൽ കിടന്ന് തന്നെ കൂണൊക്കെ നല്ലവണ്ണം വേവണം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി വളരെ കുറച്ചെടുത്താൽ മതി, പെരുംജീരകം ഒരു അര സ്പൂൺ, കുരുമുളക് അര സ്പൂൺ, ജീരകം അര സ്പൂൺ, ഒരു 4 ഏലക്കായും 2 ഗ്രാമ്പും ഒരു പട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വാടി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചിരവിയത് 2 സ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂണൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതേ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. പിന്നെ നമുക്ക് അത് വേവുന്നത് വരെ മൂടി വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് ചോറിനോടും ചപ്പാത്തിയോടും കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മഷ്റൂം ബട്ടർ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക.